പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് വകവയ്ക്കാതെ വനിതാ സംവരണ ബിൽ നിലവിൽ വന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം കേന്ദ്ര നിയമ മന്ത്രാലയം പുറപ്പെടുവിച്ചു. രാജ്യത്തെ നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന 2023 വനിതാ സംവരണ നിയമമാണ് 2026 ഏപ്രിൽ 16 വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നത്. നിയമം നടപ്പാക്കുന്നതിനായി ഭരണഘടനയിൽ വരുത്തേണ്ട ഭേദഗതികളെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ചകൾ നടക്കവെയാണ് നിയമം നിലവിൽ വന്നതായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഭരണഘടനയുടെ 106 ഭേദഗതി ആക്ട് 2023 1 വകുപ്പിന്റെ 2 ഉപവകുപ്പ് നൽകുന്ന അധികാരം ഉപയോഗിച്ച് 2026 ഏപ്രിൽ 16 മുതൽ പ്രസ്തുത നിയമത്തിലെ വ്യവസ്ഥകൾ നിലവിൽ വരുന്നതായി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്നു. 2023 സെപ്റ്റംബറിൽ പാർലമെന്റ് പാസാക്കിയ നാരീശക്തി വന്ദൻ അധിനിയം ലോക്സഭയിലും സംസ്ഥാന സഭയിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി മാറ്റിവെക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു എന്നതാണ് നിയമ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നിയമം പ്രാബല്യത്തിൽ വന്നെങ്കിലും ഉടനെ തന്നെ നടപ്പിലാക്കാൻ സാധിക്കില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അടുത്ത സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ സംവരണം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. 2023 പാർലമെന്റ് പാസാക്കിയ ഈ നിയമം എന്തിനാണ് ഇപ്പോൾ വിജ്ഞാപനം ചെയ്തത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വിജ്ഞാപനം 2026 ഏപ്രിൽ 16 നിലവിൽ വന്നെങ്കിലും 2027 സെൻസസിനും അതിനുശേഷമുള്ള മണ്ഡല പുനർനിർണയത്തിനും ശേഷം 2034 മാത്രമേ സംവരണം നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ 2029 പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ വനിതാ സംവരണം കൊണ്ടുവരുന്നതിനായുള്ള 3 ബില്ലുകളാണ് ഇപ്പോൾ ലോക്സഭയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. വ്യാഴാഴ്ച ലോക്സഭയിൽ കങ്കണ റണാവത്ത് ഉൾപ്പെടെയുള്ള ഭരണപക്ഷ അംഗങ്ങൾ വനിതാ സംവരണ ബില്ലിനെ പിന്തുണച്ച് സംസാരിക്കുകയും പ്രധാനമന്ത്രിയെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇത് നടപ്പിലാക്കാൻ വൈകുന്നത് എന്തിനാണെന്ന ചോദ്യം പ്രതിപക്ഷം സഭയിൽ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ പാർലമെന്റ് ചരിത്രത്തിൽ ഇത് നിർണായക നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പറഞ്ഞത് രാഷ്ട്രീയവും ദിശയും മാറ്റിമറിക്കുന്നതിനാണ് വനിതാ സംവരണ ഭേദഗതി ബിൽ എന്നാണ് പറഞ്ഞത്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് വനിതാ സംവരണ ബിൽ എന്നും മോദി പറഞ്ഞു.